ഹലോ ഗൈസേ, ബാംഗ്ലൂരിലെ SMBT റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അത് എയർപോർട്ട് പോലെ പണിതിരിക്കുന്നതെന്നും പറഞ്ഞ് ചേട്ടാ എന്നെ വിളിച്ചുകൊണ്ട് പോവാണേ. പോയിട്ട് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് ഞാൻ പറയാവേ. അതിൻ്റെ വീഡിയോയും വിശേഷം കാര്യങ്ങളും എല്ലാം ഞാൻ ഇട്ടാവേ. ഇതുകൊണ്ട് മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളി റോഡും കാര്യങ്ങളുമാണേ. നല്ല രസമുണ്ട് കാണാനല്ല. ഇത് കണ്ടോ, തൂണ് പണിതിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് പാലം കയറ്റി വെക്കുന്ന മിഷൻ ഇരിക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട്. ഈ ചെടിയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലാണ്. പകുതി റോഡിന് ഈ സൈഡിലും പകുതി റോഡിന് ആ സൈഡിലും ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും കണ്ടോ. എന്തോ ആണല്ലേ. ഇത് നമ്മുടെ അയ്യപ്പനമ്പലമാണ് കണ്ടോ, അയ്യപ്പനമ്പലം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആകുവാണേ. റെയിൽവേ സ്റ്റേഷൻ്റെ പാലമായിരുന്നു. SMBT റെയിൽവേ സ്റ്റേഷനാണേ. ഇത് കണ്ടോ, നല്ല രസമുണ്ടേ. റെയിൽവേ സ്റ്റേഷനാന്ന് പോലും പറയത്തില്ല. നമ്മുടെ എയർപോർട്ടിൽ നമ്മളിതിൻ്റെ എയർപോർട്ടിൽ പോകുന്നൊരു ഫീലിങ്സ്. അതുകൊണ്ടോ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ. എയർപോർട്ടിൻ്റെ മോഡലിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് തന്നെ. എന്ത് രസമാണ് അത് കാണാൻ. ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ദൂരെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് എയർപോർട്ടാണെന്ന് ഓർക്കും. ഇതുണ്ടോ ഗൈസേ, മറ്റേ ട്രെയിനിൻ്റെ മോഡലിലെല്ലാം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് നല്ല റെയിൽവേ സ്റ്റേഷനാണെന്നറിയാവോ. പക്ഷെ ഒരു ശകലം പോലും ഉണ്ട് ട്രെയിനിൻ്റെ മോഡലിൽ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ശകലം പോലും വൃത്തിയില്ല. റെയിൽവേ സ്റ്റേഷനല്ല, എക്സലേറ്റർ കയറിയിട്ട് വേണം പോകാൻ. നല്ല രസമുണ്ട്. എയർപോർട്ടിലെ മോഡലിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലും വൃത്തിയില്ല ഇവിടെയുള്ള ആൾക്കാർക്ക്. ഒക്കെ നല്ല നീറ്റാണ്. ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീന്. പക്ഷെ വെളിയിലൊന്നും നമുക്ക് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. ഭയങ്കര വൃത്തികേടാ വെളിവശമല്ല. ഇവിടെയൊക്കെ പിന്നെ നല്ല ഭയങ്കര വൃത്തിയും കാര്യങ്ങളും. ഇതിനകം വൃത്തിയുണ്ട്, പക്ഷെ വെളിയിലൊന്നും ഒരു ഭയങ്കരമായിട്ട് കച്ചറയായിട്ടാണ് കിടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടോ, നല്ല ഭംഗിയുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ഇവിടെ എക്സലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, എല്ലാം ഇവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വൃത്തി ഇവിടെ. പക്ഷെ വെളിവശമാണ് നീറ്റല്ല കിടക്കുന്നത്. ഇവിടെ എല്ലാം നല്ല അടിപൊളി എയർപോർട്ടിലെ മോഡലിലാണ് റെയിൽവേ സ്റ്റേഷനിലെല്ലാം. അകത്തെല്ലാം നല്ല സെൻട്രൈസൽ AC എല്ലാം നല്ല രസമുണ്ട്. വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പും ചവറും അങ്ങനെ ഇട്ടിരിക്കുന്ന വൃത്തികേടല്ല കേട്ടോ. ഈ പാൻ പരാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇവിടുത്തെ ഹിന്ദിക്കാരൊക്കെ ഇല്ലേ, ഹിന്ദിക്കാരും മലയാളികളും എല്ലാം ഈ ചവച്ചു തുപ്പത്തില്ലേ, അങ്ങനത്തെ വൃത്തികേടുള്ളൂ കേട്ടോ. അല്ലാതെ ചപ്പോ ചവറോ അങ്ങനെ ഒന്നും ഉപേക്ഷിക്കുന്നതിൻ്റെ ഒന്നും അങ്ങനത്തെ വൃത്തികേടൊന്നുമില്ല. നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഉണ്ട്. നമ്മുടെ പൊതു സ്ഥലങ്ങളൊക്കെ അല്ലേ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പൊതു മുതലല്ലേ. അവിടെയൊക്കെ ഇങ്ങനെ ഈ തുപ്പമൊന്നും ചെയ്തേക്കല്ലോ. നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ. അങ്ങനെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നിന്ന്. ഈ പാൻപരാഗൊക്കെ തുപ്പിയതിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ബാംഗ്ലൂരിലെ നോ പാർക്കിംഗ് സ്ഥലങ്ങളിൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതുപോലൊരു പണിയും കിട്ടും. ഇവിടെ അതൊക്കെ സ്ട്രിക്റ്റാണ്. ഇത് ഗവൺമെൻറ് വെഹിക്കിൾ ഇടുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്നൊരു പ്രൈവറ്റ് വണ്ടി ഇട്ടു, പോലീസുകാർ വന്ന് ലോക്കായി. ഇനി ഇതിൻ്റെ പുറകെ പോകണം. ഫൈനൊക്കെ അടിച്ച് കഴിയുമ്പോൾ അവർ വന്ന് തുറന്നു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫാമിലിനെ വിടാൻ വന്നായിരുന്നു. അവരെ കയറ്റി വിട്ടു. ഇനി ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവാണേ. കാരണം നല്ല രസമുണ്ട്. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കത്തുള്ള ചെടികളില്ലേ എന്ന് പറഞ്ഞ പോലാണ് ഈ പൂക്കളൊക്കെ നിൽക്കുക. നമ്മുടെ കടലാസയുടെ, നമ്മുടെ നാട്ടിലെ കടലാസയുടെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ് കാണാനും കാര്യങ്ങളെല്ലാം. ഇവിടെ എല്ലാം നല്ല വൃത്തിയൊക്കെയാണ്. ചപ്പും ചവറൊന്നും ഇല്ല. പിന്നെ ഈ പാൻ
പാൻപരാഗൊക്കെ തുപ്പത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു വൃത്തികേട് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് പറയത്തേ ഇല്ല. നല്ല രസമുണ്ട് ഇവിടെ അല്ലാതെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ എല്ലാം ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ നല്ല തണലാണേ, ഇതിലെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല തണലാണ്.